നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയോ, ട്രാൻസ്ഫർ ജാലകത്തിൽ നിന്ന് വല്ലാത്തൊരു ടെസ്റ്റ് നടന്ന ദിവസമാണ്. ഒരു താരവുമായിട്ട് ക്ലബ്ബുമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച ആ താരത്തെ മെഡിക്കലിന് കൊണ്ടുവരാൻ വേണ്ടി പ്രൈവറ്റ് ഫ്ലൈറ്റൊക്കെ അയച്ചതിന് ശേഷം പിന്നീട് ആ ഡീല് കൊളാപ്സ് ആവുന്നു. മറ്റൊരു ക്ലബ്ബ് ചാടി വീഴുന്നു ആ താരത്തെ കൊണ്ടുപോകാൻ. അതുകൂടാതെ എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ ചില നീക്കങ്ങളുണ്ടായി. റോഡ്രിയുടെ കാര്യം എന്തായി? ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ റാഫ് ടോക്സിൻ്റെ ട്രാൻസ്ഫർ റൗണ്ട് അപ്പ് വീഡിയോ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. 7 കൊല്ലക്കാലമായി ഇങ്ങനെ ട്രാൻസ്ഫർ റൗണ്ട് അപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ട് എത്രാമത്തെയോ എപ്പിസോഡായിരിക്കുന്നു, കണക്ക് വെക്കാൻ വിട്ടുപോയതാണ്. ഏതായാലും നമ്മൾ നോക്കുകയാണ്. ഇന്ന് സംഭവിച്ച ഏറ്റവും വമ്പൻ ട്വിസ്റ്റ് എന്താണെന്നറിയോ? സിയോൺ സുസൂക്കി അദ്ദേഹത്തെ പാരീസ് സെൻ ജർമ്മൻ സ്വന്തമാക്കുന്നു. ഫബ്രീസിയൊക്കെ ഹിർവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞ കാര്യമായിരുന്നു. അത് ഇപ്പോൾ കൊളാപ്സായി. അത് കൊളാപ്സ് ആയതെങ്ങനെ? അതാണ് ചോദ്യം. താരത്തെ കൊണ്ടുവരാൻ വേണ്ടി പാർമയിലേക്ക് വിമാനം വരെ അയച്ചു കഴിഞ്ഞിരുന്നു PSG. പക്ഷേ പിന്നീട് താരത്തിൻ്റെ ക്യാമ്പുമായിട്ട് ചില കാര്യങ്ങളിൽ തെറ്റി എന്ന് പറഞ്ഞാൽ കമ്മീഷൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ ഡീൽ കൊളാപ്സ്ഡായി. നമുക്ക് എന്താണ് അതിൽ സംഭവിച്ചത്? അവിടെ തന്നെ തുടങ്ങാം. സിയോൺ സുസൂക്കിയും പാരീസ് സെൻ ജർമ്മനും തമ്മിലുള്ള ഡീല് കൊളാപ്സ്ഡ് ആയിരിക്കുകയാണ് എന്ന് ഫബ്രീസിയോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഡീൽ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് പാരീസ് സെൻ ജർമ്മൻ സോഴ്സുള്ള കാര്യം കൺഫേം ചെയ്തു. അതായത് വെർബൽ എഗ്രിമെൻ്റ് എത്തിയിരുന്നു 5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ. 35 മില്യൺ യൂറോ പാക്കേജിൽ താരത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പ്രൈവറ്റ് ഫ്ലൈറ്റ് ഇന്ന് പാർമയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു, മെഡിക്കലിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ. പക്ഷേ താരത്തിൻ്റെ ക്യാമ്പുമായിട്ട് ഇഷ്യൂ ഉണ്ടായി. കമ്മീഷനും മറ്റു കാര്യങ്ങളുമാണ് വിഷയമായതെന്ന് ഫബ്രീസ് ഹോക്കിൻസ് കൺഫേം ചെയ്യുന്നു. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യം ഫബ്രീസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നു. വമ്പൻ ടിസ്റ്റല്ലേ ആയത്. പിന്നാലെ PSG തരാമെന്ന് പറഞ്ഞ പണം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ മറ്റൊരു ക്ലബ്ബ് ചാടി വീണിരിക്കുന്നു. മറ്റാരുമല്ല, ആസ്റ്റൺ വില്ലയാണ് താരത്തിനായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ജാപ്പാനീസ് ഗോൾ കീപ്പർക്കായിട്ട് ആസ്റ്റൺ വില്ല എത്തിയിരിക്കുന്നു എന്ന കാര്യം ഫബ്രീസിയോ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആസ്റ്റൺ വില്ല റെഡി ടു മാച്ച് PSG ഡീൽ കണ്ടീഷൻസ്. 35 മില്യൺ യൂറോ പാക്കേജ് കൊടുക്കാൻ തയ്യാറാണ്. ലോങ് ഡീൽ ജാപ്പാനീസ് ഗോൾ കീപ്പർക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ചർച്ചകൾ നടക്കുന്നു എന്ന് ഫബ്രീസിയോ തന്നെ സ്ഥിരീകരിക്കുന്നു. സോ വമ്പൻ ട്വിസ്റ്റായി പോയി ഇക്കാര്യം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഫെറാൻ ടോറസ് ഇന്ന് PSG ജോയിൻ ചെയ്തു. ഒഫീഷ്യലായിട്ട് അക്കാര്യം പ്രഖ്യാപനം വന്നു. ക്യൂട്ടി റൊമേറോ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിൽ ജോയിൻ ചെയ്തു. 2032 വരെയുള്ള കരാറ് സൈൻ ചെയ്തു. അക്കാര്യം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനം വന്നു. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു കാര്യം ഒഫീഷ്യലായി. അതായത് ഡെഡ് സ്പെൻസ് ഇപ്പോൾ ഇന്റർ മിലാനിലേക്ക് 35 മില്യൺ യൂറോക്ക് സൈൻ ചെയ്തിരിക്കുന്നു. 2031 വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നീക്കം നടന്നത് റേഞ്ചേഴ്സിൻ്റെ കാര്യത്തിലാണ്. റേഞ്ചേഴ്സ് കൺഫേം ചെയ്യുന്നു. അതായത് ജെയിംസ് പെനറീസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ലോണിൽ വിത്ത് ഓപ്ഷൻ ഫ്രം AEK ഏതൻസ് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു എന്ന കാര്യം അറിയിക്കുകയാണ്. മാർക്കസ് റാഷ്ഫോർഡ് ഇതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഒഫീഷ്യലായിട്ട് ഇന്ന് കളിക്കാൻ ഇറങ്ങി എന്നുള്ള കാര്യം. സോ താരത്തിന് വേണ്ടി ഇനി മറ്റാരെങ്കിലും ബിഗ് ഓഫറുകളുമായിട്ട് വന്നെങ്കിൽ മാത്രമേ മാഞ്ചസ്റ്റർ സിറ്റി താരത്തെ കൈവിടുകയുള്ളൂ എന്ന കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ക്യാരിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-4 AC മിലാനോട് പ്രീ സീസൺ ഫ്രണ്ട്ലിയിൽ പരാജയപ്പെട്ടപ്പോൾ ആ കളിയിലാണ് മാർക്കസ് റാഷ്ഫോർഡ് മടങ്ങി വരവ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നടന്നിരിക്കുന്നത്, കവൻട്രി സിറ്റി ഇപ്പോൾ ടൈവോ അവോനിയെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഫബ്രീസിയോ ഹിർവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ലബ് ടു ക്ലബ് എഗ്രിമെൻറ്റ് സംഭവിച്ചിരിക്കുന്നു. പെർമനൻറ്റ് മൂവാണ്. സോ ഇനി താരം അങ്ങോട്ടേക്ക് പോകുന്നു. ഫ്രാങ്ക് ലംബാർഡിന് പുതിയൊരു സ്ട്രൈക്കർ ലഭിക്കുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ യുവൻഡസ് ഇതാ എമിലിയാനോ മാർട്ടിനസിന് വേണ്ടിയിട്ട് നീക്കം നടത്തുന്നു. അപ്പോൾ സിയോൺ സുസൂക്കി ആസ്റ്റൺ വില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ മാർട്ടിനസ് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലൊരു കാര്യം കൂടിയുണ്ട്. സിയോൺ സുസൂക്കിയെ PSG സ്വന്തമാക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ലോണിലെത്തിക്കാനാണ് യുവൻഡസ് നീക്കം നടത്തിയിരുന്നത്. ഇപ്പോൾ അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും എമി മാർട്ടിനസിന് വേണ്ടി അവർ നീക്കം നടത്തുകയാണ്. ഫബ്രീസിയോ സ്ഥിരീകരിക്കുന്നു. യുവൻഡസ് ഇന്ന് എമിലിയാനോ മാർട്ടിനസിൻ്റെ കാര്യം ചെക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം AFC ഇപ്പോൾ സുസൂക്കിയെ സ്വന്തമാക്കാൻ വേണ്ടി നീക്കം നടത്തുന്നു. മാർട്ടിനസ്, എഡേഴ്സന്, വിക്കാരിയോ ഇവരാണ് ഇപ്പോൾ യുവൻഡസ് പുതിയ ഗോൾ
കീപ്പിംഗ് പൊസിഷനിലേക്ക് പരിഗണിക്കുന്ന താരങ്ങൾ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഇന്ന് നടന്നിട്ടുള്ളത് ലീഡ്സ് ബൊറൂസിയ മോൺഷൻഗ്ലാഡ്ബാക്കിൽ നിന്ന് നിക്കോ എൽവെഡിയെ സ്വന്തമാക്കുന്നു. അതിൻ്റെ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഫബ്രീസിയോ റൊമാനോ ഹിയർവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്ലബ് ടു ക്ലബ് എഗ്രിമെൻറ്റ് സംഭവിച്ചിരിക്കുന്നു. 6.8 മില്യൺ സ്റ്റിർലിംഗ് പൗണ്ട് പ്ലസ് ആഡ് ഓൺസ്, അതാണ് പ്രതീക്ഷിക്കുന്നത്. എൽവെഡി ഇന്നത്തെ മോൺഷൻഗ്ലാഡ്ബാക്കിൻ്റെ ഫ്രണ്ട്ലി മത്സരത്തിൽ കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ആസ്റ്റൺ വില്ലയും അത്ലറ്റിക്കോ മാഡ്രിഡും മാറ്റിയോ റിഗറിയുടെ കാര്യത്തിൽ എല്ലാ ഡോക്യുമെൻസും കൈമാറ്റം ചെയ്തിരിക്കുന്നു. 25 മില്യൺ യൂറോ പ്ലസ് 1.5 മില്യൺ ആഡ് ഓൺസിനാണ് ഈ ഒരു ഡീല് സംഭവിക്കുന്നത്. ഇനി ആരാധകർ ഉറ്റു നോക്കുന്ന ഒരു കാര്യം റോഡ്രിയുടേതാണ്. റോഡ്രിയുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ഓഫർ ബാഴ്സലോണ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. 70 മില്യൺ യൂറോയുടെ പാക്കേജാണ്. ബാഴ്സ താരത്തെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസിൽ തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ഇതിൽ ഒരു ഫൈനൽ തീരുമാനം വന്നേക്കുമെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി അയൂബ് ബുവാദിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നീക്കങ്ങൾ ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ബുവാദി അധികം വൈകാതെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തും എന്നാണ് കരുതുന്നത്. എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ 120 മില്യൺ സ്റ്റിർലിംഗ് പൗണ്ടിൻ്റെ അദ്ദേഹത്തെ കൈമാറ്റം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ചെൽസിയുടെ ഒരു ഡെഡ് ലൈനൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ചെൽസിക്ക് വേണ്ടി കളിക്കാനിറങ്ങി. ഒരു വിഭാഗം ആരാധകർ അദ്ദേഹത്തെ കൂവി വിളിക്കുകയും ചെയ്തു. അതേസമയം താരത്തിനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഫബ്രീസിയോ റൊമാനോയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പുമായിട്ട് അവർ ചർച്ചയിലാണ്. കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ബർക്കോളയുടെ കാര്യത്തിൽ PSG നിന്ന് ലിവർപൂളിലേക്ക് നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിരിക്കുന്നു. ഗാക്പോ ടോട്ടനാം ഹോട്ട്സ്പറിലേക്ക് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിരിക്കുന്നു. പക്ഷേ ക്ലബ് ടു ക്ലബ്ബ് അഗ്രിമെൻ്റ് കാര്യത്തിലാണ് ഈ 2 ഡീലുകളിലും ഇപ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു രാത്രിയാണ്. നേരം വെളുക്കുമ്പോഴേക്കും ചില വമ്പൻ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.